السلام عليكم ورحمة الله وبركاته. الحمد لله السلام وبركاته. الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من تدبر آيات من سورة البقرة. സൂറത്തുൽ ബഖറയുടെ ആയത്തുകളാണ് നാം തദബ്ബുർ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് 249 മുതൽ 252 വരെയുള്ള സൂക്തങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف غرفة بيده فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين. ولما برزوا لجالوت وجنوده قالوا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين فهزموهم بإذن الله وقتل داود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين تلك آيات الله نتلوها عليك بالحق وإنك لمن المرسلين. فلما فصل طالوت. من هو الطالوت؟ ആരായിരുന്നു താലൂത്ത്? ബനീസ്രായേലുകാർക്ക് അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്ത മലിക്കായിരുന്നു താലൂത്ത്. അല്ലാഹു ഖദ് ബഅസ ലക്കും താലൂത മലിക. അങ്ങനെ ഫസല എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു, വേർപെട്ടു എന്നാണ് ഫസലയുടെ അർത്ഥം. അതിനാണ് ഫസൽ ഖണ്ണിക എന്നും അതേപോലെ ഫസലിന് ക്ലാസും എന്നൊക്കെ അർത്ഥമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഡിപ്പാർട്ടഡ് എന്ന് പറയുന്നത് പോലെ ഫലമ്മ ഫസല താലൂത്ത്, when they have departed. ബിൽ ജുനൂദി, ജുനൂദിന്റെ ഏകവചനമാണ് ജുന്ദ്. നമ്മൾ പഠിച്ചില്ലായിരുന്നു അത്? സൂറത്ത് ബുറൂജിൽ എന്തായിരുന്നു പഠിച്ചത്? ജുനൂദ്, സൈന്യം. താലൂത്ത് ബിൽ ജുനൂദി, സൈന്യവുമായി പുറപ്പെട്ടപ്പോൾ ഖാല ഇന്നല്ലാഹ മുബ്തലീക്കും ബിനഹർ, അല്ലാഹ് എന്ത് ചെയ്യാണ്? മുബ്തലീക്കും, നിങ്ങളെ പരീക്ഷിക്കുകയാണ്. ഇന്നല്ലാഹ മുബ്തലീക്കും. ഇബ്തല യബ്തലി, പിന്നെ അവസാനം മുബ്തലീ എന്നെങ്ങനെ വരാൻ കാര്യം?
ഇബത്തല ഇബത്തലിയുടെ കർത്താവ് എങ്ങനെ വരും? മുബത്തലിൻ. മുബത്തലിൻ. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ ഒരു യാ അല്ലെങ്കിൽ ഒരു അലിഫ് പോയിട്ടുണ്ട്. ഇബത്തല ഇബത്തലി എന്ന് പറയുമ്പോഴത്തേക്ക് യായാണ് വരുന്നത്. മുബത്തലിൻ എന്ന് പറയുമ്പോൾ ഇബത്തല എന്ന് പറഞ്ഞിടത്ത് ഉള്ള ആ ഹദാ യഹ്ദി പോലെ അല്ലെങ്കിൽ ഇഹ്തദാ യഹ്തദി പോലെ ഉള്ള അക്ഷരം അവസാനത്തെ പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പൊ മുബത്തലി എന്നാണ് വരുന്നത്, കസറട്ടാണ് വരുന്നത്. മുബത്തലിൻ എന്നുള്ളത് കസർ തൻവീനാണ്. അപ്പൊ പോയ അക്ഷരം തിരിച്ചു വരുമ്പോ പിന്നെ തൻവീൻ അവിടെ ഉണ്ടാവില്ല. മാത്രമല്ല കൊമ്മിലേക്ക് ലാഭത്ത് ചെയ്യുമ്പോൾ തൻവീൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് തിരിച്ചു വരുന്നത്. മുബത്തലി കോം, നിങ്ങളെ പരീക്ഷിക്കുന്നവനാണ്. മുബത്തലിൻ എന്നത് അത് നമുക്കറിയാം, ദാഇൽ വരുമ്പോഴും വരും. അജീബു ദാഇ അല്ലാഹി. ഹാദിൻ, അവിടെ എല്ലാം എന്ത് ചെയ്യും? ആ യാ തിരിച്ചു വരും. അപ്പൊ അങ്ങനെയാണ് മുബത്തലീക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നവനാണ്. ബിനഹരിൻ, എന്തുകൊണ്ട്? ഒരു നദിയെ കൊണ്ട് പരീക്ഷിക്കാൻ പോവാണ്. ഫമൻ ശരിബ മിൻഹു, അപ്പൊ അവരങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരു നദി കടന്നു വേണം പോകാൻ. അപ്പൊ ദീർഘദൂരം സഞ്ചരിച്ചു പോവുകയാണ്. ആ സൈന്യവുമായി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ദീർഘദൂരം സഞ്ചരിച്ചു പോവുകയാണ്. അപ്പൊ ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, എല്ലാമുണ്ട്. അപ്പൊ നദി കണ്ടമാടെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങ് വെള്ളം കുടിക്കണ്ട. അല്ല, നിങ്ങളെ പരീക്ഷിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ത്യാഗം സഹിക്കാൻ സന്നദ്ധമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ പറ്റൂ. നിങ്ങൾ സുഖലോലുപരാണെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾ എപ്പോഴും എന്തായിരിക്കും? സുഷുപ്തിയിലായിരിക്കും ഉണ്ടാവുക. അല്ലാഹു സൂറത്ത് തൗബയിൽ പറഞ്ഞല്ലോ, كان آباؤكم وأبناؤكم وإخوانكم وعشيرتكم أزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله. സംഗതികൾ എടുത്തു പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ സഹോദരന്മാരും നിങ്ങളുടെ രമ്യഹർമ്മ്യങ്ങളും അതേപോലെ മാന്യം സംഭവിച്ചു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കച്ചവടവും ഇതൊക്കെയാണ് നിങ്ങൾക്ക് അള്ളയെക്കാളും റസൂലിനേക്കാളും അവന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും പ്രിയങ്കരമെങ്കിൽ നിങ്ങൾ അള്ളാഹിന്റെ ശിക്ഷ വരുന്നവരെ കാത്തിരിക്കാൻ പറയും. അതേപോലെ ഇവിടെ ഒരു പരീക്ഷണം നടത്തുകയാണ്. അവര് സുഷുപ്തിയിൽ ആറാടുന്നവരാണെങ്കിൽ അവർക്ക് എങ്ങനെ ഒരു അമ്പ് അവരുടെ ശരീരത്തിൽ തറയ്ക്കുന്നത് സഹിക്കാൻ പറ്റും? അവർക്ക് എങ്ങനെ വിയർപ്പൊഴുക്കാൻ പറ്റും? സൈന്യത്തിൽ നടന്നു പോകണം, യുദ്ധം ചെയ്യുമ്പോൾ പ്രയാസം ഉണ്ടാവും. അപ്പൊ അവിടെ നിന്ന് ആഹാരം കഴിക്കാൻ പറ്റില്ല. നിങ്ങൾ കുറച്ച് വിശപ്പൊക്കെ സഹിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ഫമൻ ശരിബ മിൻഹു, അതിൽ നിന്ന് ആരെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ ഫലൈസ മിന്നി, അവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല. ലൈസ മിന്നി, നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല. ഒമൻ ലം യതഅംഹു ഫഇന്നഹു മിന്നി, അതിൽ നിന്നും തഴിമ എന്ന് പറഞ്ഞാൽ ഒമൻ ശരിബ എന്നാണ് ആദ്യം പറഞ്ഞത്, രണ്ടാമത് തഴിമ എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ് കുടിച്ചു, ആ കുടിക്കുന്നതിനെ തന്നെയാണ് ഇവിടെ രണ്ടാമതും പറഞ്ഞത്. ഒമൻ ലം യതഅംഹു, ഏതൊരുവൻ അതിനെ രുചിച്ചിട്ടില്ലയോ, തഴിമ രുചിച്ചു അല്ലെങ്കിൽ ഭക്ഷിച്ചു. ഒമൻ ലം യതഅംഹു, അതിൽ നിന്നും ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ ഫഇന്നഹു മിന്നി, അവനാണ് എന്നോടൊപ്പം ഉള്ളത്, എന്റെ കൂട്ടത്തിൽപ്പെട്ട. ഇല്ലാ മൻ ഇഗ്തറഫ ഖുർഫതൻ ബിയദിഹി, ഒരു കൈക്കുമ്പിൾ കുടിച്ചവൻ ഒഴികെ.
ഇഖ്തറഫ എന്ന് പറഞ്ഞു കോരിയെടുത്തു. ഗുർഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു കോരൽ. ഗുർഫത്തിന് മുറി എന്ന് അർത്ഥമുണ്ട്. ഇവരുടെ ഇഖ്തറഫ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇഖ്തറഫ കോരിയെടുത്തു ഒരു കുറി ഒരു കോരൽ. നമ്മള് വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം ഇറക്കുന്നതിന് എന്താ പറയാ? ഒരിറക്ക് വെള്ളം എന്ന് പറയും. ചിലര് ഒരു മുറിക്കെന്ന് പറയും. ഞങ്ങളൊരു മുറുക്ക് ഒരു ഞുറുക്കെന്ന് പറയും. ഒരു മുറുക്ക് എന്ന് പറയും. അപ്പൊ എന്താണ് ഒരു മുറി? അതേപോലെയാണ് ഇഖ്തറഫ ഗുർഫത്തൻ, ഒരു കോരൽ കോരിയവൻ ഒഴികെ. അപ്പൊ ഒരു കോരൽ കോരിയവൻ ഒഴികെ. അപ്പൊ എന്താണ്? ആദ്യം പറയും തീരെ കുടിച്ചിട്ടില്ലെങ്കിൽ, ആരെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മിൽപ്പെട്ടാണ്. തീരെ കുടിച്ചിട്ടില്ലെങ്കിൽ അവനാണ് നമ്മോടൊപ്പം. ഒരു കൈക്കുമ്പിൾ കോരി കുടിച്ചവൻ ഒഴികെ. ഇല്ലാമൻ ഇഖ്തറഫ ഗുർഫത്തൻ ബിയദിഹി, തന്റെ കൈ കൊണ്ടുപോയി കുമ്പിൾ കോരി കുടിച്ചവൻ ഒഴികെ. ഗുർഫത്തൻ ബിയദി ഫശരിബു മിൻഹു. അപ്പൊ എന്ത് ചെയ്തു? അവർ അതിൽ നിന്നും കുടിച്ചു. അങ്ങനെ കടന്നു വന്നു. ഇപ്പൊ നദി എത്തി, നദി കടന്നു വന്നു. അപ്പൊ നദി ഇറങ്ങിയിട്ടാണ് അവർ എന്ത് ചെയ്യേണ്ടത്? കടന്നു വരേണ്ടത്. എല്ലാ എണ്ണവും കുടിച്ചു. എന്ത് ചെയ്തു? വയറ് നിറയെ കുടിച്ചു. ഒട്ടകം കുടിക്കുന്ന പോലെ ഷുർബൽ ഹീം എന്ന് പറഞ്ഞത് കുടിച്ചു. ഇല്ല ഖലീലൻ മിൻഹും, കുറച്ച് പേര് ഒഴികെ. ഇല്ല ഖലീലൻ മിൻഹും, അവരിൽപ്പെട്ട കുറച്ച് പേര് ഒഴികെ. ന്യൂനപക്ഷം ഒഴികെ. അപ്പോൾ ന്യൂനപക്ഷമായിരിക്കും ശരിയായ പാതയിലുണ്ടാവുക. ഭൂരിപക്ഷം അത് ചെയ്തെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കുടിച്ചല്ലോ ഞാനും കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് കുടിക്കാൻ പാടില്ല. ന്യൂനപക്ഷമെങ്കിലും അത് അനുസരിക്കുന്നവരുണ്ടാകും. ഇല്ല ഖലീലൻ മിൻഹും ഫലമ്മാ ജാവസഹു. അപ്പൊ അങ്ങനെ കുറച്ചുപേര് മാത്രമേ അദ്ദേഹത്തിന്റെ വാക്ക് അനുസരിച്ചത്. ഫലമ്മാ ജാവസ എന്ന് പറഞ്ഞാൽ കടന്നു. ജാവസ കടന്നുപോയി, കടന്നുപോയി. നേരത്തെ പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്നും പുറപ്പെട്ടു എന്ന അർത്ഥത്തിലാണ് ഫസല. ഇവിടെ എന്താണ്? അവര് കടന്നുപോയി. ഇംഗ്ലീഷ് എന്ത് പറയും? പാസ്ഡ് ബൈ അല്ല, പാസ്ഡ് ബൈ. അവർ കടന്നുപോയി, അതിനെ കടന്നുപോയി. ജാവസ ഹു, ആ നെഹറിനെ കടന്നുപോയി. ജാവസ കടന്നുപോയി, ഹു അതിനെ. കേട്ടോ, അവനെന്നല്ല, നെഹറാണ്. ആ നെഹറിന് കടന്നുപോയി. കാരണം ബി നെഹറിൻ ഫശരിബ ഫമൻ ഷരിബ മിൻഹു എന്നാ പറഞ്ഞു. അപ്പൊ അവിടെ എന്താണ്? പുല്ലിംഗമാണ്. ഫശരിബ മിൻഹു, അതിൽ നിന്നും കുടിച്ചവൻ. അതിനെ കുറിച്ചാണ് ജാവസ ഹു, അതിനെ കടന്നുപോയപ്പോൾ. ഹുവ അല്ലാതെ ഹുവ താലൂത്ത്, അദ്ദേഹം കടന്നുപോയപ്പോൾ. വല്ലദീന ആമനു മാഹു, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വിശ്വാസികളും. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ മുസ്ലിങ്ങളായിട്ട് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട സംഗതി, അദ്ദേഹത്തിന്റെ കൂടെ അപ്പൊ ഉള്ളവര് എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞിട്ട് കുടിച്ചു. പറഞ്ഞിട്ട് അദ്ദേഹത്തെ അനുസരിച്ചില്ല, കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് കുടിച്ചു. ആ കൂടെയുള്ളവരെ കുറിച്ചാണ് ഈ പറയുന്നത്, അല്ലേ? ആ കൂടെയുള്ളവരെ കുറിച്ച് അള്ളാഹ് എന്ത് പറഞ്ഞു? അല്ലദീന ആമനു മഅഹു, അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികളും. ഖാലൂ, അപ്പോൾ അവർ പറഞ്ഞു, ലാ താഖത ലനാ. താഖത്ത് എന്താ? അതെ, കഴിവ്. കനിവല്ല, കഴിവ്. താഖത്ത്, നമുക്ക് പവർ ഇല്ലാന്ന്. ആരോഗ്യം. ലാ താഖത ലനൽ യൗമ, ഇന്ന് നമുക്ക് യാതൊരു കഴിവുമില്ല. ലാ താഖത്ത് എന്ന് പറഞ്ഞപ്പോ വർഗത്തെ നിഷേധിക്കുന്ന ലായായില്ലേ? ഇല്ല, നമുക്കൊരു കഴിവുമില്ല. ലാ താഖത ലനൽ യൗമ ബിജാലൂത വജുനൂദിഹി. അപ്പൊ എതിർ കക്ഷിയുടെ ശത്രുക്കളുടെ നേതാവാരാ? ജാലൂത്താണ്.
രാക്ഷസനാണ് അയാള്, മല്ലനാണ്. ഖല്ലനും മല്ലനും ആയ ജാലൂത്താണ് ശത്രുക്കളുടെ നേതാവ്. ഈ മല്ലനെ നേരിടാൻ ഞങ്ങൾക്കാവില്ല എന്നവർ പറഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി അടിവരയിടുകയാണ്. ആദ്യം പറഞ്ഞത് അവര് വെള്ളം കുടിക്കരുതെന്ന് അവരോട് പറഞ്ഞു, അവർ കുടിച്ചു. അതും കഴിഞ്ഞിട്ട് അള്ളാഹ് പറയാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വാസികളും കടന്നു പോയപ്പോൾ, എന്നിട്ട് തൊട്ട് ഉടനെ തന്നെ പറയുന്നത് കാലൂലാ ജാലൂത്തിനെ നേരിടാൻ ഞങ്ങൾക്ക്, ജാലൂത്തിനെയും സൈന്യത്തെയും നേരിടാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞവരെ കുറിച്ചാണ് അള്ളാഹ് എന്ത് പറഞ്ഞത്? അല്ലെങ്കിൽ ആമനുമാകുമെന്ന് പറഞ്ഞു. അപ്പൊ വിശ്വാസി ഒരു 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 ഫിലോസഫി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, വിശ്വാസികളില് എന്തുണ്ടാവും? വിശ്വാസം കുറഞ്ഞവരും കൂടിയവരും ഉണ്ടാവും. അപ്പൊ വിശ്വാസം കുറഞ്ഞ ഒരാളെ നമ്മൾ മുശ്രിക്കെന്നോ കാഫിറെന്നോ മുനാഫിക്കെന്നോ എന്ന് നമുക്ക് വിളിക്കാൻ നമുക്ക് അധികാരമില്ല. അതൊക്കെ അള്ളാന്റെ മക്കളാണ്, അള്ളാഹ് തീരുമാനിച്ചോളൂ. അയാൾ മുശ്രിക്കാണോ മുനാഫിക്കാണോ എന്നൊക്കെ അള്ളാഹ് തീരുമാനിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വിശ്വാസികളിൽ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോ ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ വിളിച്ചിട്ട് മുനാഫിക്കളുടെ ലിസ്റ്റൊക്കെ കൊടുത്തു. ആരോടും പറഞ്ഞില്ല ആരൊക്കെയാണ് മുനാഫിക്കുകളെന്ന്. ഒരു സഹാബിയോട് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പോയി രഹസ്യമായിട്ട് ചോദിച്ചെന്നാ പറഞ്ഞു, എന്റെ പേരെങ്ങാനും ആ ലിസ്റ്റിലുണ്ടോ? അത് നമ്മൾ സ്വയം ഓരോരുത്തരും പരിശോധിക്കണം. ഞാൻ മുനാഫിക്കാണോ യഥാർത്ഥ വിശ്വാസിയാണോ? നമുക്ക് വേറൊരാളെ മുശ്രിക്കെന്നോ കാഫിറെന്നോ, ഒരു വിശ്വാസി മറ്റ് വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ മുശ്രിക്കെന്നോ കാഫിറെന്നോ മുനാഫിക്കെന്നോ ഒന്നും വിളിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു വിശ്വാസി വേറൊരു വിശ്വാസിയെ കാഫിറെന്നുണ്ടെങ്കിൽ അയാള് കാഫിർ അല്ലെങ്കിൽ വിളിച്ചയാള് കാഫിറോ എന്നാണ് ഹദീസിൽ പറഞ്ഞത്. അയാൾ തിരിച്ചു മടങ്ങും, ബൂമറാങ് പോലെ. അപ്പൊ അവര് പറഞ്ഞു ലാ താഖത്തലനൽ യൗമ ബി ജാലൂത്ത, ഈ മല്ലനായ ജാലൂത്തിനെയും അവന്റെ സൈന്യത്തെയും നേരിടാൻ ഞങ്ങൾക്കാവില്ല. ലാ താഖത്തലനൽ യൗമ ബി ജാലൂത്ത, അൽയോം ഇന്ന്. ഖാലല്ലദീന യظنون അന്നഹും മുലാഖുല്ലാഹ്. അപ്പൊ നേരത്തെ പറഞ്ഞ ന്യൂനപക്ഷം ഉണ്ടല്ലോ, ആ ന്യൂനപക്ഷത്തെ കുറിച്ച് അള്ളാഹ് ഒന്നുകൂടി അവരുടെ ഗുണം എടുത്തു പറയുകയാണ്. വേണമെങ്കിൽ പറയാം, നേരത്തെ വെള്ളം കുടിക്കാതിരുന്ന അല്ലെങ്കിൽ കുറച്ച് മാത്രം കുടിച്ച ആ ന്യൂനപക്ഷം ഉണ്ടല്ലോ അവർ എന്ന് പറയാം. അവരെ തന്നെയാണ് രണ്ടാമത് പറയുന്നത്. അല്ലദീന യظنون, എന്ത് ചെയ്തിരുന്നു? യظنون, അവർ കരുതുന്നവരായിരുന്നു. അന്നഹും മുലാഖുല്ലാഹി, അന്നഹും മുലാഖുല്ലാഹി. ഈ മുലാഖുല്ലാഹി എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി? അതിന്റെ വേറെ മുലാഖിൻ, അതിന്റെ ബഹുവചനമാണ് മുലാഖൂന. മുലാഖൂവല്ല, മുലാഖൂന. അപ്പൊ ഞാൻ എവിടെ പോയി? ഇളാഫത്ത് വന്നപ്പോൾ ഞാൻ പോയി. ആനീന ഊനയുടെ ഞാൻ പോകും. ആനീന ഊനയുടെ ഞാൻ എവിടെ പോകും? മുലാഖുല്ലാഹി, അള്ളയെ കണ്ടുമുട്ടുന്നവരാണ്. അള്ളാന്റെ കണ്ടുമുട്ടലെന്നാണ്, അള്ളാന്റെ കണ്ടുമുട്ടൽ എന്ന് പദത്തിലാണ്. പക്ഷെ അറബി ഭാഷയിൽ നമ്മൾ മലയാളം പറയുന്നവരെ പറഞ്ഞാൽ അള്ളയെ കണ്ടുമുട്ടുന്നവർ എന്നാണ്. അള്ളയെ കണ്ടുമുട്ടുന്നവരാണ് എന്ന് വിചാരിച്ചവർ, അല്ലദീന യظنون അന്നഹും മുലാഖുല്ലാഹി, അവരെന്ത് പറഞ്ഞു? കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ, കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ, എത്ര ചെറിയ ഫിഅത്ത് എന്താണ്? ഫിഅത്ത് സംഘം. എത്ര ചെറു സംഘങ്ങളാണ് ഖലബ അതിജയിച്ചു, ഖലബ അതിജയിച്ചു അല്ലെങ്കിൽ ജയിച്ചടക്കി. ഫിഅത്തൻ കസീറത്തൻ, അധികമായ സംഘങ്ങളെ. ഫിഅത്തൻ കസീറത്തൻ,
എത്രയെത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ വലിയ കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറത്തൻ. അതാ പ്രയോഗമായതുകൊണ്ടാണ് കം മിൻ ഫിഅത്തിൻ എന്ന് പറഞ്ഞാൽ എത്ര സംഘങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ്. അറബിയിൽ വന്നപ്പോഴത്തേക്ക് എന്തായി? അറബിയില് കം മിൻ ഫിഅത്തിൻ എന്ന് പറയുന്നത് ഏകവചനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. രണ്ട് സംഘങ്ങളല്ലേ സാർ? ഇത് അതെ, ഫിഅത്തൈനി എന്ന് അറിഞ്ഞില്ലല്ലോ ഇവിടെ. ബഹുവചനം ഇല്ലേ അതിന്? ഫിഅത്തിന്റെ ബഹുവചനമാണ് ഫിആത്തുൻ. ഫിആത്തുൻ. അപ്പോ തുന്നിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗത്തിന്റെ തായിൽ അവസാനിക്കുന്ന നാമം വന്ന എന്ത് ചെയ്യണം? താ കട്ട് ചെയ്തിട്ട് ആത്ത് കൊടുക്കണം. അതിപ്പം ഓപ്പൺ തായും. ഖുർആൻ പരിഭാഷകളിൽ ബഹുവചനമാണ് എഴുതിയിട്ടുള്ളത്. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ, എത്രയെത്ര ചെറു സംഘങ്ങളാണ് ഗലബത് ഫിഅത്തൻ. അപ്പൊ നേരെ അതിനും എന്താണ് ഗലബത് ഫിഅത്തൻ കസീറത്തൻ എന്ന് പറഞ്ഞാൽ ധാരാളമായ സംഘങ്ങളെ, അധികമുള്ള സംഘങ്ങളെ ജയിച്ചടക്കിയത്. എങ്ങനെ ജയിച്ചടക്കിയത്? ബിഇസ്നില്ലാഹ്, അള്ളാന്റെ അനുമതിയോട്. അള്ളാന്റെ ബിഇസ്നില്ലാഹി, അള്ളാന്റെ അനുമതിയോടുകൂടി. അള്ളാന്റെ അനുമതിയോടുകൂടിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഹലോ ഷാ അല്ലാഹ് മാ ഷാ അല്ലാഹു കാൻ. അള്ളാഹ് എന്താണോ വിചാരിക്കുന്നത് അതാണ് നടക്കുന്നത്. അപ്പൊ വലിയ വലിയ സംഘങ്ങളെ ജയിച്ചടക്കണമെങ്കിൽ വേണം അവർക്ക് ഈമാൻ വേണം. ഈമാൻ വേണം. നേരത്തെ ത്യാഗം സഹിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകണം. ഇതെല്ലാം കടന്നു വന്നതിന് ശേഷമാണ് പറഞ്ഞത്. അങ്ങനെ അവര് പരീക്ഷണങ്ങൾ നേരിടാതെ, പരീക്ഷണങ്ങളുടെ തീച്ചുളയിലൂടെ കടന്നു വരാതെ കണ്ട് അവർക്ക് സുഖലോലുപന്മാരായ ആൾക്കാർക്കും ഈ ഫിഅത്തുൻ കസീറത്തിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. നമുക്കറിയാം ബദറിലും അതുപോലുള്ള സന്ദർഭങ്ങളിലും ഒക്കെ ഹിജാബിലും അതിനുശേഷം ഒരുപാട് യുദ്ധങ്ങളിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷവും ഒരുപാട് യുദ്ധങ്ങളിൽ വലിയ വലിയ സംഘങ്ങളെ ചെറിയ സംഘങ്ങൾ പരാജയപ്പെടുത്തി. മുസ്ലിങ്ങൾ എപ്പോഴും ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിലും മുസ്ലിങ്ങൾ എന്തായിരുന്നു? ന്യൂനപക്ഷമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ഉണ്ടായിരിക്കുകയും ഇന്ന് ഞങ്ങളെ ജയിച്ചടക്കാൻ ആരുമില്ല എന്ന് അവർ വിചാരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എണ്ണമല്ല, സംഖ്യയല്ല, സൈന്യത്തിന്റെ എണ്ണമല്ല, മറിച്ച് എന്താണ്? അതിന്റെ വണ്ണമാണ്. അതിന്റെ ഈമാനും ദൃഢനിശ്ചയവും കൊണ്ടാണ് അതിനെ പരാജയപ്പെടുന്നത് കഴിയുക. ഇതിലൂടെ നമുക്ക് ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, ഭൗതികമായ നമുക്ക് ഇപ്പോഴുള്ള ശേഷിയല്ല നമ്മുടെ ഗോളിലേക്ക് എത്തിച്ചേരുന്നത്. മറിച്ച് എന്താണ്? നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത് ദൃഢനിശ്ചയവും അതിനു വേണ്ടിയുള്ള കഠിനാധ്വാനവുമാണ്. ആ ദൃഢനിശ്ചയവും എന്താണ്? ഈമാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ഭൗതികമായി മനസ്സിലാക്കുക. മനസ്സിൽ എനിക്കിത് സാധിക്കും എന്ന കരുതൽ, വിശ്വാസം. മനസ്സിൽ എനിക്ക് സാധിക്കുമെന്ന വിശ്വാസം. അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അള്ളാന്റെ സഹായം ഉണ്ടാകും എന്ന വിശ്വാസം. അതാണ്. അപ്പൊ അള്ളാന്റെ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ പുറപ്പെട്ടാൽ, ഞങ്ങൾ ജീവിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ജയിച്ചടക്കാൻ കഴിയും. അതാണ് പറഞ്ഞത് കം മിൻ ഫിഅത്തിൻ കസീറ കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തിൻ കസീറത്തൻ ബിഇസ്നില്ലാഹ്. പിന്നെന്ത് പറഞ്ഞു? വല്ലാഹു മഅസ് സാബിരീൻ. അള്ളാഹ് ഉറച്ചു നിൽക്കുന്നവരോടൊപ്പമാണ്, സഹനശീലരോടൊപ്പമാണ്. നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നവരത് ക്ഷമിച്ചു കൊടുക്കുന്നവരല്ല, സഹനശീലർ. ഉറച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വൈതരണികൾ നേരിടാനുള്ള മെനക്കേട് സഹിച്ച്, പ്രയാസം സഹിച്ച് നിൽക്കുന്നതിനാണ് സാബർ എന്ന് പറയുന്നത്, സബറ യസ്ബിർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സഹനം എന്ന് പഠിപ്പിക്കുന്നത്.
വലമ്മ ബറസൂ ലിജാലൂത വജുനൂദ്, അങ്ങനെ അവർ പുറപ്പെട്ടു. ബറസൂ, അവരെന്ത് ചെയ്തു? പുറപ്പെട്ടു. പരാജയപ്പെട്ടു. ആ ജാലൂത്ത, ജാലൂത്തിനെ നേരിടുന്നതിന് വേണ്ടി, ജാലൂത്തിന്റെ അടുക്കിലേക്ക് അല്ലെങ്കിൽ ജാലൂത്തിന് വേണ്ടി പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജാലൂത്തിനെ നേരിടുന്നതിന് വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ ജുനൂദിഹി, അവന്റെ സൈന്യങ്ങളെ. കാലു, അപ്പോൾ അവര് പറഞ്ഞു, ഈ പറഞ്ഞവരാണ് പറഞ്ഞത്. ഞങ്ങൾ മറ്റുള്ളവരെന്ത് ചെയ്തു? അവരോട് ഇല്ലാത്ത തലങ്ങളിൽ ജോമ്പി ജാലൂത്താന്ന് പറഞ്ഞ് അവരോട് കുത്തിയിരിക്കാൻ തുടങ്ങി. അല്ല കമ്മിൻ ഫിയത്തിൻ കസീറ കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയത്തിൻ കസീറത്തിൻ ബിഇദ്നില്ല എന്ന് പറഞ്ഞവരെന്ത് ചെയ്തു? കാലു, അവർ പ്രാർത്ഥിച്ചു, റബ്ബന ഞങ്ങളുടെ അഫ്രിഗ അലൈന. അഫ്രഗ ചെയ്തു, ഒഴിച്ചു, പുറത്തോട്ട് തോന്ന. അത് തലതിരിച്ചു പഠിച്ചോണ്ടാ. പഠിക്കുമ്പോഴേ തലതിരിഞ്ഞു പോകാൻ പാടില്ല. അതെ, പഠിക്കുമ്പോ തലതിരിഞ്ഞു കൊടുത്താൽ പുറത്തു കൊടുക്കും. എന്നായിപ്പോ. ഇവിടെ എന്താ? ഇവിടെ അഫ്രഹയാണ്. ഫ ആദ്യമാണ്, മധ്യത്തിലല്ല. ചൊരിഞ്ഞു. ആ, ചൊരിഞ്ഞു, ഒഴിച്ചു. അഫ്രഹ, ഫാരിഖ എന്ന് പറഞ്ഞാൽ ഒഴിവായത്. ഫറഹ ഒഴിവായി, അഫ്രഹ ഒഴിവാക്കി, ഫറഹ ഒഴിവായി, അഫ്രഹ ഒഴിവാക്കി, അപ്പൊ ഒഴിച്ചു. അഫ്രിഖ അലൈന സബറൻ, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? സഹനം ചുരുങ്ങിയത്. വസബ്ബിത് അഖ്ദാമന, ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ. സബ്ബത്ത, ഉറപ്പിച്ചു നിർത്തി. നമ്മ തസ്ബീത്ത് ചെയ്യലല്ലേ മരിച്ചു കഴിയുമ്പോഴത്തേക്കും. അവനെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഉറപ്പിച്ചു നിർത്തിയവന്. സബ്ബിത്ത് അഖ്ദാമന, അഖ്ദാമിന്റെ ഏകവചനം എന്താണ്? സബ്ബിത്ത് അഖ്ദാമന, ഫീറ്റ്. കദം എന്ന് പറയുമ്പം നമ്മൾ ഒരു അടി എന്ന് പറയുന്ന അതിന് എന്ത് ചെയ്യും? കദം എന്നാണ് പറയുക. കദം. സബ്ബിത്ത് അഖ്ദാമന, ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണം. വൻസുർന, ഞങ്ങളെ സഹായിക്കണം. അലൽ കൗമി, അപ്പൊ അല എന്താ അർത്ഥം? നമ്മുടെ ശത്രുക്കൾക്കെതിരെ. വൻസുർന, ഞങ്ങളെ സഹായിക്കണമേ, നീ ഞങ്ങളെ സഹായിക്കണമേ. അലൽ കൗമി, ശത്രുക്കൾക്കെതിരിൽ. അൽ കൗമിൽ കാഫിരീൻ, കൗമിനെതിരിൽ, സത്യനിഷേധികളായ കൗമിനെതിരിൽ ഞങ്ങളെ സഹായിക്കണമേ. വൻസുർ അല എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരിൽ ഞങ്ങളെ സഹായിക്കണമേ. വൻസുർന അലൽ കൗമിൽ കാഫിരീൻ. ഫഹസമൂഹും, അങ്ങനെ അവർ ഹസമ, പരാജയപ്പെടുത്തി. ഹസമൂഹും, ഹസമൂഹും, അവർ, ആ വിശ്വാസികൾ, അവർ ശത്രുക്കളെ പരാജയപ്പെടുത്തി. ബിഇദ്നില്ല, വീണ്ടും എടുത്തു പറഞ്ഞു. കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയത്തിൻ കസീറത്തിൻ ബിഇദ്നില്ല, അള്ളാന്റെ അനുമതിയോടുകൂടിയാണ് അവരെ പരാജയപ്പെടുത്തുന്നത്. അതേപോലെ എവിടെ ചെയ്തു? ഹസമൂഹും ബിഇദ്നില്ല, അള്ളാന്റെ അനുമതിയോടുകൂടി അവർ ഈ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നു. വഖതല ദാവൂദു ജാലൂത, അപ്പോ അവരെന്ത് ചെയ്തു? യുദ്ധത്തിന്റെ ആരംഭത്തിൽ എന്താ ചെയ്യാ? ഓരണടാന്ന് പറഞ്ഞിട്ട് വിളിക്കും. നിങ്ങളിൽ ആരെങ്കിലും ചുണക്കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്ന്. അങ്ങനെ ആദ്യം മൽപ്പിടുത്തമാണ്, ഒറ്റയ്ക്ക്. അപ്പൊ എന്ത് ചെയ്തു? ദ്വന്ദ്വ യുദ്ധം എന്ന് പറയും. ആദ്യം ദ്വന്ദ്വ യുദ്ധം കൊണ്ടാണ് ആരംഭിക്കുന്നത്. അപ്പൊ അവിടെ ഇറങ്ങി നിൽക്കുന്ന ആരാണ്? ജാലൂത്ത് ഇറങ്ങി നിൽക്കുകയാണ്. ആരാണ് ധൈര്യമുള്ളത് വരാൻ പറയും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു? അനങ്ങാതെ നിന്നു. അപ്പോഴാണ് ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ യുവാവ് ഇങ്ങോട്ട് നെഞ്ചി വിരിച്ചുകൊണ്ട് ദ്വന്ദ്വ യുദ്ധം. ഒരാള് മറ്റേ ആള്
രണ്ടുപേര് മാത്രം നടത്തുന്ന യുദ്ധം. മൽപ്പിടുത്തം അല്ലെ? അതെ, മൽപിടുത്തം എന്ന് മൽപ്പിടുത്തം പറഞ്ഞാൽ എന്താണ്? വെറും പിടുത്തമാണ്. ഇതെന്താണ്? രണ്ടുപേരും, രണ്ട് കക്ഷികളാണ് കൂടിയുള്ള യുദ്ധം. രണ്ട് കക്ഷികൾ യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൽ ആദ്യം എന്ത് ചെയ്യും? ആദ്യം ഓരോരുത്തർ ഇറങ്ങി വരും. അല്ലേ? മതയുദ്ധത്തിന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ദ്വന്ദ്വ യുദ്ധമാണ് നടക്കുക, എന്നിട്ടാണ് പിന്നീട് കൂട്ടായിട്ട് യുദ്ധം നടക്കുക. ആദ്യം ഓരോരുത്തർ ഇറങ്ങി വരും, ഇങ്ങോട്ട് ഇറക്കി വിരടാന്ന് പറയും. ധൈര്യമുള്ളവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അങ്ങനെ ബനൂസ്രാലുകാർ എന്ത് ചെയ്തു? ആരും അണങ്ങിയില്ല. അപ്പോഴാണ് ചെറുപ്പക്കാരനായ ദാവൂദ് അലൈഹിസ്സലാം രംഗപ്രവേശം ചെയ്യുന്നത്. അതുവരെ അവർക്ക് ദാവൂദിനെ അറിയില്ലായിരുന്നു. ദാവൂദ് എന്ന യുവാവിനെ അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. ആ കൂട്ടത്തിൽ യുവാവ് വരെയാണ്. ഓക്കെ, ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. മാറിയിക്കും, നിങ്ങളെല്ലാവരും മാറിയിക്കും, ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ദാവൂദ് അലൈഹിസ്സലാം ജാലൂത്തിനെ കൊന്നു. ഖത്തല ദാവൂദ് ജാലൂത്ത. അതാണ് ദാവൂദ് നബി അലൈഹി സ്വലാമയുടെ രംഗപ്രവേശം. വഅതാഹുല്ലാഹുൽ മുൽക്ക്. അങ്ങനെ എന്ത് ചെയ്തു? അള്ളാഹ് അദ്ദേഹത്തിന് മുൽക്ക് കൊടുത്തു, ആധിപത്യം, രാജാവായി. അതാഹുല്ലാഹുൽ മുൽക്ക്. പിന്നെ എന്ത് ചെയ്തു? വൽ ഹിക്മത്ത്. അവിടെ ആദ്യം തന്നെ എന്ത് ചെയ്തു? മുൽക്കും ഹിക്മത്തും കൊടുത്തു. വഅല്ലമഹു മിമ്മാ യശാ. പിന്നീട് എന്ത് ചെയ്തു? നോളജ് നൽകി. മുൽക്ക് കൊടുത്തു, ഹിക്മത്ത് കൊടുത്തു. ഇപ്പൊ ചില സമയത്ത് മുൽക്കും ഹിക്മത്തും നുബുവത്തും ഒക്കെ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം? എന്ത് വേണം? ആരോഗ്യവും അതേപോലെ കായിക ശേഷിയും കൂടെ വേണം. അപ്പൊ കായിക ശേഷി കൊണ്ടാണ് ദാവൂദ് നബി അലൈഹി സ്വലാം എന്ത് ചെയ്ത് രംഗപ്രവേശം ചെയ്യുന്നത്. കായിക ശേഷി ഒന്ന്, ശത്രുക്കളെ എനിക്ക് പരാജയപ്പെടുത്താൻ കഴിയും. ഒരിക്കലും ഒരു 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 ചെറുപ്പക്കാരനായ ഒരു കുട്ടിക്ക് അങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ആളല്ല ജാലൂത്ത്. അത്രത്തോളം മല്ലനാണ് അയാള്. അത്ര സ്ട്രോങ് ആയ ഒരു മനുഷ്യനെ അടുക്കൽ നേരിടാൻ ഉള്ള സന്നദ്ധത കാണിക്കുക എന്ന് പറയുന്നത് തന്നെ ഈമാന്റെ ദൃഢതയെ കാണിക്കുന്നതാണ്. അപ്പോ അതേപോലെ ഒരു കായിക ശേഷിയൊന്നും ഈ യുവാവ് ആയ ദാവൂദ് അലൈഹി സ്വലാമിന് ഇല്ല. പക്ഷെ എന്ത് ചെയ്തു? ദാവൂദ് അലൈഹി സ്വലാം രംഗപ്രവേശം ചെയ്തു. ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെ താലൂത്തും ജാലൂത്തും രണ്ടാളെ. എന്താ പാലൂത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പാലൂത്ത്. പാലൂത്തിനെ ആ ബനൂശാലികാർക്ക് രാജാവായി നിശ്ചയിച്ചു കൊടുത്തു. അപ്പൊ അവരൊന്നിൽ ശത്രുക്കളുടെ നേതാവാരാണ്? ജാലൂത്ത്. തോലൂത്തിന്റെ സൈന്യത്തിൽപ്പെട്ട ആളാണ് ദാവൂദ് അല്ലേ? ആര്? തോലൂത്ത് രാജാവിന്റെ സൈന്യത്തിൽപ്പെട്ട ആളാണ് ദാവൂദ് എന്ന് പറഞ്ഞ. അതെ, ദാവൂദ് അലൈഹി സ്വലാം ഇസ്രായേലിൽപ്പെട്ട ആളാണല്ലോ. ഇസ്രായേലികൾക്ക് രാജാവായിട്ട് നിശ്ചയിച്ചതാണ് താലൂത്തിനെ യുദ്ധം ചെയ്യാൻ. സുലൈമാൻ നബിയുടെ പിതാവാണോ ദാവൂദ്? അതെ, അല്ലേ? ആ ദാവൂദ് അലൈഹിസ്സലാം നബി എന്ന് പറഞ്ഞില്ലേ? അപ്പോ ഇസ്രായേലിൽപ്പെട്ട ആളായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാം. അതുവരെ ദാവൂദ് നബി അലൈഹി സ്വലാം എന്ത് ചെയ്യുന്നില്ല? ജനങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തിത്വത്തെ അറിയില്ല. അയാളെ പരിചയം ഉണ്ടായിരിക്കാം, അദ്ദേഹത്തെ പരിചയം ഉണ്ടായിരിക്കാം, പക്ഷെ ഒരു വ്യക്തിത്വമായിട്ട് അറിയപ്പെട്ടില്ല. അങ്ങനെ ജാലൂത്തിന്റെ അടുക്കൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ദ്വന്ദ്വ യുദ്ധത്തിന് ആരും തന്നെ സന്നദ്ധമാകാതെ വന്നപ്പോഴാണ് ദാവൂദ് നബി അലൈഹി സ്വലാം രംഗപ്രവേശം ചെയ്തത്. അങ്ങനെ ജാലൂത്തിനെ തട്ടി. ഖാതല ദാവൂദ് ജാലൂത്ത്. അതോടുകൂടി അള്ളാഹ് എന്ത് ചെയ്തു? ദാവൂദ് നബി അലൈഹി സ്വലാമിക്ക് രാജാധിപത്യം നൽകുന്നു. ആതാഹുല്ലാഹുൽ മുൽക്ക് വൽ ഹിക്മത്ത്. അപ്പൊ മുൽക്ക് ഉണ്ടെങ്കിലും മുലൂക്കിയത്ത് ശരിയായ രീതിയിൽ നടപ്പാക്കണം. എന്ത് വേണം? വെറും കായിക ശേഷി മാത്രം പോരാ, ഹിക്മത്ത് വേണം. അതാണ് അള്ളാഹ് പറഞ്ഞത്, വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അതാണ് വലിയ സമ്പത്ത്.
ഖൈർ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം ഉണ്ടല്ലോ. ഖൈർ ധനം എന്ന അർത്ഥമല്ലേ, അതേപോലെ നന്മ എന്ന അർത്ഥമുണ്ട്. ഏറ്റവും അധികം വലിയ ഖൈറൻ കസീറ എന്നാണ്. ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ അസറ്റ് എന്താണ്? ഹിക്മത്താണ്. ഹിക്മത്ത് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികളെല്ലാം പരാജയപ്പെട്ടു പോകുന്നത്. ഭരണാധികാരികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. അവർക്ക് ഹിക്മത്ത് മാത്രമാണ് ഇല്ലാത്തത്. അപ്പോ ആതാഹുല്ലാഹുൽ മുൽക വൽ ഹിക്മത, മുൽക്കും കൊടുത്തു ഹിക്മത്തും കൊടുത്തു. അല്ലമഹു മിമ്മ യശാ, പിന്നെ എന്ത് വേണം? നോളജ് വേണം, അറിവ് വേണം. താൻ ഉദ്ദേശിക്കുന്നതൊക്കെയും അള്ളാഹ് പഠിപ്പിച്ചു. അല്ലമഹു മിമ്മ യശാ വലൗലാ ദഫ്ഉല്ലാഹി الناس ദഫഅ എന്താണ്? പുഷ് ചെയ്തു. പ്രതിരോധിച്ചു തള്ളി. നമ്മള് സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഇദ്ഫ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇദ്ഫ പുഷ്. പിന്നെ അല്ലെങ്കിൽ ഇസ്ഹാബ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇസ്ഹാബ് എന്ന് പറഞ്ഞാൽ വലിക്കുക. സഹിബ എന്ന് പറഞ്ഞാൽ കൂടെ കൊണ്ടുപോകുന്നത്. സഹിബ. അപ്പൊ ഇസ്ഹാബ് വലിക്കുക, ഇദ്ഫ പുഷ് ചെയ്യുക, അല്ലെങ്കിൽ അതെ പുഷ് ചെയ്യുക. ഇസ്ഹാബ് പുള്ളി ചെയ്യുക. അപ്പൊ ഇവിടെ എന്താണ്? ദഫഅ യദ്ഫഉ, തള്ളി എന്ന് പറഞ്ഞാൽ തടഞ്ഞു. ലൗലാ ദഫ്ഉല്ലാഹി, അള്ളാഹ് തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, ദഫഅ യദ്ഫഉ ആണ്. ദഫഅ യദ്ഫഉ, തള്ളി, ഇവിടെ പ്രതിരോധിച്ചു എന്നർത്ഥമാണ്. ലൗലാ ദഫ്ഉല്ലാഹി الناس, ജനങ്ങളെ അള്ളാഹു പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ, ബഅദഹും ബിബഅദിൻ, ചിലരെ കൊണ്ട്, അവരിൽ ചിലരെ കൊണ്ട് തടയണം. ജനങ്ങളെ കൊണ്ട് തന്നെ ജനങ്ങൾ ഒരു വിഭാഗത്തെ തടയണം. അപ്പൊ ഒരു വിഭാഗം എന്തുണ്ടായിരിക്കും? ഫസാദ് ഉണ്ടാക്കുന്നവരായിരിക്കും, കുഴപ്പം ഉണ്ടാക്കുന്നവരായിരിക്കും. ആ കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാര് അള്ളാഹ് ഇങ്ങനെ നേരിട്ട് ഇറങ്ങി വന്നിട്ട് അവരെ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് എന്താണ്? ജനങ്ങളുടെ ഒരു വിഭാഗം എഴുന്നേറ്റ് വന്നിട്ട് അവരെ തടയുകയാണ്. അങ്ങനെ ഒരു വിഭാഗത്തെ കൊണ്ട് വേറൊരു വിഭാഗത്തെ തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഫസദത്തിൽ അർളു, ഭൂമി കുഴപ്പത്തിലാകുമായിരുന്നു. ഭൂമിയിൽ കുഴപ്പമുണ്ടാകുമായിരുന്നു. ഫസദത്തിൽ അർളു എന്ന് പറഞ്ഞാൽ ഭൂമി കുഴപ്പത്തിലാകുമായിരുന്നു. നാട് കുട്ടിച്ചോറാകുമായിരുന്നു. ആണ് അറുത് എന്ന് പറഞ്ഞത് നാട് എന്ന് അർത്ഥമില്ല, ലോകം എന്നൊക്കെ പറയാം. ആ അർത്ഥത്തിലാണ് അറുത് വന്നിരിക്കുന്നത്. ലോകം നശിച്ചത് തന്നെ ഇല്ല, ഫസദത്തിൽ അർളു. വലാകിന്നല്ലാഹ, പക്ഷേ അള്ളാഹ് ദൂ ഫദ്ലിൻ, ഫദ്ലിൻ എന്താണ് കസ്റെന്ന്? ഫദ്ലിന് കസ്റുള്ള കാര്യം. ദൂ വന്നുകൊണ്ട് ദൂവിന് ശേഷമുള്ള എല്ലാം കസ്റാണ്. ദൂവിന്റെ സഹോദരിയാണ് ആര്? ദൂവിന്റെ സഹോദരിയാണ് ദാ. ഒരാൾക്കെങ്കിലും ഓർമ്മയുണ്ട്. അപ്പോ അല്ലാഹു തആല ദാത്ത ലഹബിൻ വദൂ ഫദ്ലിൻ, അതേപോലെ ദാത്ത ലഹബിൻ, ദാത്തിന് ശേഷം കസ്ർ. ദൂവിന്റെ സഹോദരിയാണ് ദാത്ത്. രണ്ട് സഹോദരന്മാരിവിടെ ഉണ്ട്. അതാണ് ദാ ദീ. ദൂ എന്ന് പറയുന്ന ഒന്നാണ്, നമുക്കറിയാം. ഫത്തഹ് വരുമ്പോൾ ദാ എന്ന് വരും, കസ്ർ വരുമ്പോൾ ദീ എന്ന് വരും, ലം വരുമ്പോൾ ദൂ എന്ന് വരും. സഹോദരന്മാരാണെന്നോ എന്ത് പുസ്തകം പറഞ്ഞു? സഹോദരിമാര്. അതൊക്കെ പണ്ടത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, മറന്നുപോയി. അത് മറക്കാൻ പാടില്ല. അതെ, ഇപ്പൊ നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ്. ഇപ്പൊ വലിയ ആൾക്കാരുടെ വരാൻ പറ്റിയ വാക്കല്ല. കുഞ്ഞുങ്ങളായിരുന്നു പറഞ്ഞാണ്. ജാതീതും 3 സഹോദരന്മാരാണ്. ജാത്ത് സഹോദരിയാണ്. എന്നാൽ ഇതെല്ലാം ഇതിനല്ലാത്ത ഒരു അടയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇറമ ദാത്തിൽ ഇമാദി എന്ന് പറഞ്ഞില്ലേ, അതേപോലെ.
ദൂ ഫദ്ലിൻ അലൽ ആലമീൻ, ലോകരോട് അള്ളാഹ് അത്യധികം ഔദാര്യം. ഔദാര്യമുള്ളവനാണ്. അതുകൊണ്ടല്ലേ നമ്മള് എത്ര ആൾക്കാരാണ് ഇപ്പം ഈ ഷിർക്ക് ചെയ്യുന്നത്? ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യാണ്? ഇത് ചെയ്യാണ്. അപ്പോൾ അള്ളാഹ് എന്ത് ചെയ്യുന്നു? അവർക്ക് വായുവും വെള്ളവും വെളിച്ചവും കൊടുക്കുക. എന്ത് ചെയ്യാണിത്? ലക്ഷക്കണക്കിന് ആൾക്കാർ അള്ളാഹ് അല്ലാത്തവരെ ആരാധിക്കുന്നില്ലേ കോടിക്കണക്കിന് ആൾക്കാർ? ഉണ്ട്. ഇത് അള്ളാഹ് കാണുന്നില്ലേ? അവരെയൊക്കെ അള്ളാഹ് പിടിച്ച് ശിക്ഷിക്കുകയാണോ ചെയ്യുന്നത്? നമ്മളാണെങ്കിലോ, നമ്മൾ ആരെങ്കിലും ധിക്കരിച്ചാല് നമുക്ക് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടില്ല. അതാണ് അള്ളാഹു ദൂ ഫദ്ലിൻ അലൽ ആലമീൻ, ലോകർക്ക് അവൻ റബ്ബുൽ ആലമീനാണ്, ലോകങ്ങളുടെ രക്ഷിതാവാണ്. അതേപോലെ റഹ്മാനുമാണ്, അത്യധികം കാരുണ്യം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. എല്ലാവർക്കും മതവും ജാതിയും വർഗവും വർണ്ണവും ഒന്നും നോക്കാതെ കാരുണ്യം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹ് എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആദ്യം പ്രാർത്ഥിച്ചു. നമ്മൾ ഇത് പഠിച്ചില്ലേ? പഠിച്ചില്ലേ? ഇനി പഠിക്കാൻ പോണോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആദ്യം പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആദ്യം പറഞ്ഞത്, അള്ളാഹ് പറഞ്ഞു താങ്കളെ ഞാൻ നേതാവാക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു. നീ ജാലുകൾ ഇന്നാസ് ഇമാമെന്ന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, വമിൻ ദുർരിയത്തി, എന്റെ സന്തതി പരമ്പരകളെയും നേതാക്കന്മാരാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ല അഹിദുൽ വാലിമീൻ, അക്രമികൾക്ക് ഈ അഹിദ്, ഈ കരാർ എത്തൂല എന്ന് പറഞ്ഞാൽ അക്രമികളല്ലാത്ത കുറച്ച് ആൾക്കാരെ നമ്മൾ നേതാക്കളാക്കും എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു, റബ്ബിജാൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് പഴവർഗ്ഗങ്ങളൊക്കെയും കൊടുത്തിരിക്കുന്നു പറഞ്ഞു. അപ്പൊ അള്ളാഹ് പറഞ്ഞു, പഴം കൊടുക്കുന്നത് നേതൃത്വ പദവി രണ്ടും രണ്ടാണ്. അപ്പൊ എന്ത് പറഞ്ഞു? കാല ഇപ്പൊ എന്ത് പറഞ്ഞു? വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല ഫഉമത്തിഉഹു ഖലീലൻ സുമ്മ അദ്തറു ഇലാ. അപ്പൊ എന്ത് ചെയ്തു? അവർക്കും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒരു പരിധി വരെ അവർക്ക് എന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും കൊടുക്കും. ഒരു പരിധി വരെ അവർക്ക് മത്തായി കൊടുക്കും, ജീവിക്കാനുള്ള വിഭവങ്ങളെല്ലാം കൊടുക്കും. അതാണ് എല്ലാവർക്കും അള്ളാഹ് മാങ്ങയും ചക്കയും ചെയ്യുന്നുണ്ട്. എല്ലാ വിവിധ ഇനങ്ങളിലുള്ള ഫലവർഗ്ഗങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇല്ല, കേരളത്തിൽ എത്രമാത്രം ഇനങ്ങളിലുള്ള പഴങ്ങളുണ്ട്. എല്ലാം അള്ളാഹ് അറിഞ്ഞു കൊടുക്കുന്നതാണോ അറിയാതെ കൊടുക്കുന്നതാണോ? അറിഞ്ഞു കൊടുക്കുന്നതാണ്. അതുകൊണ്ടാ പറഞ്ഞത് അർ റഹ്മാൻ എന്ന് പറഞ്ഞു. റഹീം എന്ന് പറഞ്ഞത് വേറെ. ആദ്യം പറഞ്ഞത് റഹ്മാൻ എന്നാണ്. അധികം കരുണ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും കരുണ ചെയ്യുന്നവനാണ്. നമ്മളും അതേപോലെ ആകണമെന്നാണ് പറഞ്ഞു വരുന്നത്. അവിടെ നമ്മൾ ജീവിത വിഭവങ്ങൾ, ഐഹിക വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിലും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിലും അതൊക്കെ ഷെയർ ചെയ്യുന്നതിലും ഒന്നും എന്തില്ല? മതവും ജാതിയും വർഗവും വർണ്ണവും കുടുംബവും ഗോത്രവും കുലവും മഹിമയും ഒന്നുമില്ല. എല്ലാവർക്കും കൊടുക്കുകയാണ്. ദൂ ഫദ്ലിൻ അലൽ ആലമീൻ, അലൽ മുഅ്മിനീൻ എന്നല്ല പറഞ്ഞു. ഇവിടെ മുഅ്മിനീനെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. എല്ലാ മുഅ്മിനുകൾക്കും കൊടുക്കും എന്ന് പറഞ്ഞില്ല. മറിച്ച് എന്താണ്? ദൂ ഫദ്ലിൻ അലൽ ആലമീൻ. അങ്ങനെ ആലമീനോട് ലോകരോട് ഔദാര്യമുള്ളവനായതുകൊണ്ടാണ് നാട്ടിൽ കുഴപ്പമുണ്ടാകാതിരിക്കുന്നത്. ഒരു വിഭാഗത്തെ മറുവിഭാഗത്തെ കൊണ്ട് തടയുകയാണ്. തിൽക ആയാത്തുല്ലാഹ്, തിൽക എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അത്, അല്ലെങ്കിൽ അവ. ആയാത്തുല്ലാഹ് അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളാണ് അഥവാ സൂക്തങ്ങളാണ്. ഇവിടെ നെറ്റിലുകൊണ്ട് എന്താണ്? അതെ, ജാലിക്കയുടെ ജാലിക്കയുടെ
തിൽക്ക നേരത്തെ വന്നിട്ടില്ലേ? തിൽക്ക ജാലിക്കയുടെ സ്ത്രീലിംഗമാണ് തിൽക്ക. ഹാദയുടെ സ്ത്രീലിംഗമാണ് അതിഹി. ആദിഹി. അതാ ഹദി. അപ്പം ഹാ ഉലായിയോ? ഉലായിക്ക ഉലായിക്ക. ഉലായിക്ക് എന്തോന്ന്? ഉലായിക്ക് എന്തോന്നു? ഉലായിക്ക് എന്താണ്? ഉലായിക്ക് എന്താണ്? ഹാ ഉലായി എന്താണ്? ജാലിക്കയുടെയും തിൽക്കയുടെയും ബഹുവചനമാണ് ഉലായിക്ക. സൂപ്പർലേറ്റീവ് ആണോ? സൂപ്പർ ഒന്നുമില്ല, നോർമൽ. ജാലിക്കയുടെയും തിൽക്കയുടെയും ഞാനത് പറഞ്ഞില്ല. ജാലിക്കയുടെയും തിൽക്കയുടെയും ബഹുവചനമാണ് ഉലായിക്ക. കാ ഉള്ളത് ഏതിലാണ്? ജാലിക്ക, തിൽക്ക. അതിൽ രണ്ടിലൊന്നുണ്ട്, കായുണ്ട്. അതിന്റെ ബഹുവചനമാണ് ഉലായിക്ക. ഹാദയുടെയും ഹാദിഹിയുടെയും ബഹുവചനമാണ് ഹാ ഉലായി. അപ്പൊ നോക്കിയാൽ മതി. ഹാ ഏതിലാ ഉള്ളത്? ഹാദയിലും ഹാദിഹിയിലും ഹായുണ്ട്. അതിന്റെ ബഹുവചനമാണ് ഹാ ഉലായി. ജാലിക്കയുടെയും തിൽക്കയുടെയും രണ്ടിന്റെ സ്ത്രീലിംഗ അതിന്റെ ജെൻഡർ ഡിഫറൻസ് ഇല്ല. ബഹുവചനത്തിന് ജെൻഡർ ഡിഫറൻസ് ഇല്ല, വ്യത്യാസമില്ല. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ പറയാം ഉലായിക്ക. അതേപോലെ ഹ ഉലായി. അപ്പൊ ഇവയാണ് അള്ളാന്റെ സൂക്തങ്ങൾ. തിൽക്ക ആയാത്തുള്ള, അത് അള്ളാന്റെ സൂക്തങ്ങളാണ്. നത്ലൂഹ, അവിടെ നെത്തിലു പറഞ്ഞു, സൂക്തങ്ങൾ എന്ന് പറഞ്ഞു. നത്ലൂഹ, നാം അതിനെ വായിച്ചു തരുന്നു. അലൈക്ക, താങ്കൾക്ക്. ബിൽ ഹഖ്, സത്യമായ നിലയിൽ, യാഥാർത്ഥ്യമായ നിലയിൽ, വസ്തുതാപരമായ നിലയിൽ. അപ്പൊ മായയും മന്ത്രവും ഒന്നുമല്ല അത്. ഒരർത്ഥം ഹക്ക് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമായ നിലയിൽ, മായയും മന്ത്രമൊന്നുമില്ല. അതേപോലെ ബിൽ ഹക്ക് എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായ രീതിയിൽ, ന്യായമായ രീതിയിൽ, ശരിയായ രീതിയിൽ എന്ത് ചെയ്യുന്നു? വായിച്ചു തരുന്നു. വൈന്നക്കല്ല മിനൽ മുർസലീൻ, തീർച്ചയായും താങ്കൾ ദൂതന്മാരിൽ പെട്ടവൻ തന്നെയാണ്. വൈന്നക്ക ലമിനൽ മുർസലീൻ, താങ്കൾ ദൂതന്മാരിൽ പെട്ടവൻ തന്നെയാണ്. ദൗത്യം, റിസാലത്ത് എന്നത് യാഥാർത്ഥ്യമാണ്. അള്ളാന്റെ ദൂതനാണ്, അന്ത്യപ്രവാചകനാണ് എന്ന വസ്തുതയൊക്കെ ഇവിടെ ഊന്നിപ്പറയുകയും കൂടി ചെയ്യുക. ഈ ലാസ്റ്റ് പറഞ്ഞ ലൈൻ ദാവൂദ് നബിയോടാന്ന് പറഞ്ഞത് അതോ മുഹമ്മദ് നബിയുടെ പുസ്തകം? ദാവൂദ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായില്ലേ? ഓക്കെ, ഇതിൽ എന്തെങ്കിലും വ്യാകരണം തിരിയാതെ ഉണ്ടോ? കർത്താവും കർമ്മം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അതേപോലെ ലാക്കിന്ന വന്നുകൊണ്ട് എന്ത് ചെയ്തു? ലഫ്ലുൽ ജലാലത്തിന് ഫത്തഹ് വന്നു. ലാക്കിന്നല്ലാഹ ദൂ, ലാക്കിന്നയുടെ സെക്കൻഡ് പാർട്ടിന് ലം വരണം, അതുകൊണ്ടാണ് ദൂ എന്ന് വന്നത്, ജാ എന്ന് വരാഞ്ഞത്. ബറസ ഏറ്റുമുട്ടിയെന്ന് വരൂല്ലേ? ബറസ ഏറ്റുമുട്ടിയെന്നാ? ഇല്ലേ, നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഏറ്റുമുട്ടിയെന്ന്? അതിന് ഞാൻ ഉത്തരവാദിയല്ല. തന്നിട്ടുണ്ട് താഴെ. ഇവിടെ ഏറ്റുമുട്ടി എന്ന്, അഭിമുഖീകരിച്ചു എന്ന അർത്ഥത്തിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശരിക്കും എന്താണ്? മറഞ്ഞു നിന്ന സ്ഥലത്ത് നിന്നും വെളിയിലേക്ക് വരുന്നതിനാണ് ബറസ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത്. ബറസ. ലഹറ എന്നതിന്റെ പര്യായ പദമാണ്. ലഹറ, ബദ, അതേപോലെ ഖറജ, തഖദ്ദമ, ഇൻതലഖ,
ഇതൊക്കെ എന്തിനുള്ളതാണ്? ഏറ്റുമുട്ടിയതിനല്ല. ഖറജ പുറപ്പെട്ടു, തഖദ്ദമ മുന്നോട്ട് വന്നു, ഇൻതലഖ പുറപ്പെട്ടു. ഇൻകശഫ എന്നും അർത്ഥമുണ്ട്, വെളിവായി എന്ന് കേട്ടാ. ഇത്തലഹ എന്നും അർത്ഥമുണ്ട്, വെളിവായി. തബയ്യന എന്നും അർത്ഥമുണ്ട്, വ്യക്തമായി. ഇർത്തഫ എന്ന അർത്ഥമുണ്ട്, ഉയർന്നു വന്നു. അല എന്ന അർത്ഥമുണ്ട്, ബാന എന്ന അർത്ഥമുണ്ട്. ഇതെല്ലാം എന്താണ്? മറഞ്ഞതിൽ നിന്നും വെളിയിലേക്ക് വന്നു, കാണാതിരുന്ന സന്ദർഭത്തിൽ നിന്നും വെളിയിലേക്ക് വന്നു എന്ന അർത്ഥത്തിലാണ്. അപ്പോ ഇവിടെ അങ്ങോട്ട് പോയി എന്ന അർത്ഥത്തിലാണ്, അവരുമായി ഏറ്റുമുട്ടി എന്ന അർത്ഥത്തിലൊക്കെയാണ് പരിഭാഷയിലും വ്യാഖ്യാനത്തിലൊക്കെ എഴുതിയിട്ടുണ്ടാവുക. ഞാൻ തരുന്നത് ഭാഷാർത്ഥവുമായി യോജിച്ച പദം നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഈ വാക്ക് വേറൊരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ വേറെ വായത്തിന്റെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ അവിടെ വന്നാലും ഇതറിയണം. യഥത്തറഫ എന്ന് പറഞ്ഞപ്പോ ഒഴിച്ചു എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാ? ഒഴിച്ചത് അപ്രഹ എന്ന് പറഞ്ഞപ്പോ ഒഴിച്ചു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഒഴിച്ചു എന്ന് പറഞ്ഞ കാര്യം എന്താ? പറക എന്ന് പറഞ്ഞാൽ ഒഴിവായി, പറക ഒഴിവായി, അപ്രക ഒഴിവാക്കി. അപ്പൊ എന്തായി? ഒരു പാത്രത്തിൽ നിന്ന് അടുത്ത പാത്രത്തിലേക്ക് ഒഴിവാക്കി, അതിനാണ് ഒഴിച്ചു എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ചൊരിഞ്ഞു എന്ന് നമ്മൾ പറയുന്ന, ചൊരിഞ്ഞു എന്ന് അർത്ഥം വരുന്നത് അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിച്ചു, അഫ്രിഖാലേന സബറൻ എന്ന് പറയും. അപ്പൊ നമ്മള് സബറിനെ ഒഴിച്ചു തരാൻ പറ്റില്ല. അതേസമയം നമ്മള് അതിന് സാഹിത്യമായി നോക്കിയാൽ എന്തുകൊണ്ട് അഫ്രഖ എന്ന വാക്ക് ഉപയോഗിച്ചു? അപ്പം കുളത്തിൽ നിന്നും വെള്ളം ഇങ്ങനെ കുത്തി ഒലിക്കുന്ന ഒരു അഫ്രിഖാലേന സബറൻ, ഞങ്ങൾക്ക് ഒരു സഹനം പോരാ, ഒരുപാട് സഹനം വേണം. അഫ്രിഖാലേന, നിങ്ങൾക്ക് അങ്ങനെ കോരിച്ചൊരിഞ്ഞു തരൂ. സഹനം, നിന്റെ ഭാഗത്തു നിന്നുള്ള സഹനം നമുക്ക് കിട്ടണം. ഇച്ചിരി ഇമ്മിണിയും സഹനമൊന്നും പോരാ, ഒരുപാട് സഹനം വേണം. ജാലൂത്തിനെ പോലുള്ള മണ്ടൽമാരുടെ അടുക്കൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്കറിയാം, വിശ്വാസികൾക്കറിയാം ജാലൂത്ത് എന്ന് പറയുന്ന മല്ലനാണ്, ആ മല്ലനെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഭാഷാർത്ഥവുമായി ബന്ധപ്പെടുത്തിയാണ് ഞാൻ എല്ലാ വാക്കുകളും പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. പരിഭാഷകൾ അടിസ്ഥാനപരമായും ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നിന്നാണ് എടുക്കുന്നത്. പക്ഷേ ആ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഉള്ള സാന്ദർഭികമായ അർത്ഥത്തെ മാറ്റി നിർത്തിയിട്ട് ഭാഷാർത്ഥതയാണ് എടുക്കുന്നത്. ചിലപ്പോൾ ആയത്ത് മനസ്സിലാക്കാൻ വേണ്ടി ആ സാന്ദർഭിക അർത്ഥം കൂടെ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അഭിമുഖീകരിച്ചു എന്നുള്ളത്. ഡിക്ഷണറി നോക്കിയിടത്തൊന്നും അഭിമുഖീകരിച്ചു എന്ന വാക്ക് വരുന്നില്ല. വേറെ സംശയങ്ങളില്ലെങ്കിൽ നമുക്ക് നിർത്താം. ഒന്നാമത് അതിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് അത് മറഞ്ഞതിൽ നിന്നും, മറഞ്ഞ അവസ്ഥയിൽ നിന്നും കാണുന്ന അവസ്ഥയിലേക്ക് വന്നു എന്നാണ്. ലഹറ, അതാണ് ബറസ. അതെ. ബറസു എന്ന് ഒറ്റ വാക്കിൽ പറയുമ്പോഴേ എങ്ങനെയാ ഉസ്താദ്? മറഞ്ഞ് ഒറ്റ വാക്കിൽ പറയുമ്പോഴേ ബറസ പുറപ്പെട്ടു, വെളിവായി അല്ലെങ്കിൽ പുറപ്പെട്ടു മതിയല്ലേ? ഖറജ എന്ന് അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞല്ലോ.
ഖറജ എന്നർത്ഥമുണ്ട്, ബദ എന്നർത്ഥമുണ്ട്, ഖറജ എന്നും അർത്ഥമുണ്ട്. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട അർത്ഥം. ബിജാലൂത്ത വജുനൂദിഹി. ബിജാലൂത്ത എന്ന് എന്തുകൊണ്ട് ജാലൂത്തിന് പത്ത് കൊടുത്തു? ജാലൂത്ത് ഗൈർ മുൻസരിഫാണ് കേട്ടാ, അപ്പൊ അതുകൊണ്ട് കസർ വരില്ല. ബി ജാലൂത്ത എന്നും പറയും. അതേപോലെ ഖത്തല ദാവൂദു ജാലൂത്ത. ഖത്തല ദാവൂദു ജാലൂത്ത. ദാവൂദ് ജാലൂത്തിനെ വധിച്ചു. അപ്പൊ ദാവൂദ് അലൈഹിസ്സലാം ജാലൂത്തിനെ വധിച്ചെന്ന് പറഞ്ഞു. ഖത്തല ദാവൂദു, ഖത്തലയുടെ കർത്താവാണ് ദാവൂദു. അപ്പൊ നന്നു ദാവൂദ്. ജാലൂത്ത എന്നത് അവിടെ എന്താണ്? നസ്ബ് ചെയ്ത് പത്ത് കൊടുത്തു. ഇവിടെ എന്ത് ചെയ്തു? ബി ജാലൂത്ത എന്നുള്ളത് കസറിന് പകരമാണ് പത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ജുനൂദിഹി എന്ന് വരാൻ കാര്യം അതാണ്. ദാവൂദ ജാലൂത്ത കഴിഞ്ഞിട്ട് പിന്നെ വാവ് ചേർത്ത് ജാലൂത്തിനോട് ബന്ധപ്പെടുത്തിയാണ് ജുനൂദിഹി. ജുനൂദിന് കസറുണ്ട്. അല്ല, ഇവിടെ എന്തുകൊണ്ട് ജാലൂത്താക്ക് പത്ത് വന്നു ഉസ്താദ്? എവിടെ? ബി വരുന്നിടത്ത് ഗൈർ മുൻസരിഫ് എന്ന് കേട്ടിട്ടുണ്ടോ? ഗൈർ മുൻസരിഫ് എന്ന് പറഞ്ഞാൽ തൻവീൻ ഉണ്ടാവൂല, ഇല്ല. അതേപോലെ കസറും വരികയില്ല. ഉണ്ടാവില്ല. ഇവിടെ തൻവീൻ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അല്ലില്ലാത്ത പദമാണ്. തൻവീൻ എന്തുകൊണ്ട് വന്നില്ല? തൻവീൻ ഇല്ല, തൻവീൻ സ്വീകരിക്കില്ല. അത് ഇറാഫത്തൊന്നും ഇല്ലല്ലോ. തൻവീൻ പോകാനുള്ള കാരണമൊന്നും ഇവിടെ വന്നിട്ടില്ല. ലാ താഖത ലനൽ യൗമ ബിജാലൂത. അതേപോലെ ഖത്തല ദാവൂദു. ദാവൂദ് അലൈഹി സ്വലാമിന്റെ പേര് ദാവൂദ് എന്താണ്? അത് ഗൈർ മുൻസരിഫാണ്. വേറെ സംശയമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ നിലയ്ക്ക് മനസ്സിലാക്കാനും ഹക്കായ നിലയിൽ ഇതിനെ പാരായണം ചെയ്യാനും. ഇതിനെ നത്ലൂഹ അലൈക ബിൽ ഹഖ് എന്ന് പറഞ്ഞല്ലോ. ആയത്തുല്ലാഹി നത്ലൂഹ അലൈക ബിൽ ഹഖ്. അപ്പോ ആയത്ത് വായിക്കുന്നതിന് എന്തുണ്ട്? ഹക്കുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞ അല്ലദീന ആതൈനാഹുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി. യത്ലൂനഹു അതിനെ വായിക്കുന്നു, ഹഖ്ക തിലാവതിഹി തിലാവത്തിന്റെ ഹക്ക് അനുസരിച്ച്. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി എന്ന് പറഞ്ഞു. നിങ്ങൾ അള്ളാഹെ സൂക്ഷിക്കുക, സൂക്ഷിക്കേണ്ട ഹക്ക് അനുസരിച്ച്. ജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി, നിങ്ങൾ ജിഹാദ് ചെയ്യുക, ജിഹാദ് ചെയ്യുന്ന ഹക്ക് അനുസരിച്ച്. വആതു ഹഖ്കഹു യൗമ ഹസാദിഹി, സമ്പത്തിന്റെ അല്ലെങ്കിൽ കാർഷിക വിഭവങ്ങളുടെ ഹക്ക് കൊടുക്കുക, അത് വിളവെടുപ്പ് നടത്തുന്ന സമയത്ത്. അതേപോലെ പണത്തിന് സക്കാത്ത് പറഞ്ഞിടത്തും ഹക്കിനെ കുറിച്ച് പറഞ്ഞു. ഈ അംവാലിഹിം ഹക്കുൻ ലിസ്സായിലി, ചോദിച്ചു വരുന്നവർക്ക് അവരുടെ സമ്പത്തിൽ ഹക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഇതോടൊപ്പമാണ് പറഞ്ഞത് തിലാവത്തിനും ഹക്കുണ്ട്. അപ്പൊ എന്താ തിലാവത്തിന്റെ ഹക്ക്? ഓരോന്നിനും ഹക്കുണ്ടെന്ന് നമുക്കറിയാം. സക്കാത്ത് ഹക്കാണ്, അതേപോലെ ഒരുത്തിന്റെ അവകാശം ഹക്കാണ്. തിലാവത്തിന്റെ ഹക്ക് എന്താ? നമ്മൾ തിലാവത്ത് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം തിലാവത്തിന് എന്ത് ചെയ്യണം? ഖുർആനെ മനസ്സിലാക്കി വായിക്കുക. മനസ്സിലാക്കാതെ വായിക്കുന്നത് അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അവഗണനയും അവമതിപ്പുമാണ്. ഖുർആനെ പരിഗണിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അതിനെന്ത് ചെയ്യുന്നത്? ഹക്കനുസരിച്ച് മനസ്സിലാക്കാതെ വായിക്കുന്നത്.
നമ്മൾ നടന്നു പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള്, നമ്മൾ സ്നേഹിക്കുന്ന ഒരാള് വഴിയിൽ നിൽപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? അയാളെ പരിഗണിക്കാതെ പോകും. അയാളെ കാണും, 2 വാക്കെങ്കിലും പറയും, ഒന്ന് ചിരിക്കും, ഒന്ന് രോഷ്യം പറയും, എന്നിട്ട് അയാൾ എത്ര അത്യാവശ്യം ഉണ്ടെങ്കിലും പോകുന്നു, അല്ലെ? ഒന്ന് കൈകൊണ്ട് തൊട്ടിട്ട് ഞാനതാ പോകുന്ന അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടെങ്കിലും പോകും. അപ്പൊ നമ്മളൊരു الذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا. അതിനോട് അന്ധതയും ബധിരതയും നടിക്കാൻ പാടില്ല. അപ്പൊ അത് കണ്ടിട്ടും കാണാത്ത ഭാഗത്തിൽ പോകാൻ പാടില്ലെന്ന്. അപ്പൊ ഇത് വായിച്ചാലും മനസ്സിലാകാത്ത ഭാഗത്തിൽ പോകാൻ പാടില്ല. അതിനെ മനസ്സിലാക്കി വായിക്കുക. എന്നിട്ടത് അതിന് 2ാമത്തെ ഹക്കാണ്, അത് മനസ്സിലാക്കിയാൽ അതിനെ ഫോളോ ചെയ്യുക, അനുസരിക്കുക. അതുകൊണ്ടാണ് ഖുർആനെ കുറിച്ച് ഖുർആനിന് ഒരു വാക്കിന് 2 അർത്ഥം 2 സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താണ്? ഒരർത്ഥം മറ്റേതിനെ പൂരിപ്പിക്കുന്നതാണ്, ഒരർത്ഥം മറ്റതിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതാണ്. യത്ലൂനഹു ഹത്ത തിലാവത്തി എന്ന് പറഞ്ഞ തിലാവത്തിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ വേറെ സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? തലാഹ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിനെ പിന്തുടരുക എന്ന തികച്ചും ഭാഷാർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അർത്ഥം എന്ത് ചെയ്യണം? മറ്റ് സ്ഥലങ്ങളിലും അഡോപ്റ്റ് ചെയ്യണം. എന്നാല് ആ അർത്ഥം അവിടെ ഈ അർത്ഥം കൂടി അതിനോട് കൊടുക്കണം. പരസ്പര പൂരകങ്ങളാണ്. അപ്പൊ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് വായിക്കുന്നതിനാണ് വായന എന്ന് തിലാവത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഫോളോ ചെയ്യാതെ വായിച്ചിട്ടും കാര്യമില്ല. വായിക്കണം, ഫോളോ ചെയ്യണം. അതിനെ മനസ്സിലാക്കി വായിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതിനാണ് തിലാവത്തി. അങ്ങനെ മനസ്സിലാക്കി വായിക്കുന്നതിനാണ് വല്ലദീ യഖ്റഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി എന്ന് പറയുന്നത്. ഖുർആനിൽ അവഗാഹം നേടിയവൻ. ചില ആൾക്കാർ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? വല്ലദീന യഖ്റഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ വഹുവ മാഹിറുൻ ബിഹി എന്ന് പറഞ്ഞു. വല്ലദീ യഖ്റഉൽ ഖുർആന അൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി. അതിൽ അവഗാഹം നേടിക്കൊണ്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനിൽ അവഗാഹം നേടിക്കൊണ്ടെന്നാണ്. അല്ലെ, അതിന്റെ ഖിറാഅത്തിൽ അവഗാഹം നേടണമെന്നല്ല പറഞ്ഞു. പാരായണത്തിൽ തജ്വീദിൽ അവഗാഹം നേടിക്കൊണ്ട് വായിക്കണമെന്നല്ല പറഞ്ഞു. അത് ആ പറഞ്ഞവർക്ക് തിരിയാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അവഗാഹം നേടുക എന്നത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് പണിയാവും. ഈ പണ്ഡിതന്മാർക്ക് പണിയാവും. അവരുടെ ആഫീസ് പൂട്ടി പോകും, പണി നിന്നു പോകും. ഒന്നുകിൽ അവരെ പണി പോവും, അല്ലെങ്കിൽ ജനം മനസ്സിലാക്കിയാൽ ഈ മനസ്സിലാക്കിയതനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് കിട്ടേണ്ടത് ശരിയാവണ്ണം കിട്ടൂല. എന്തായിരുന്നാലും, അല്ലെങ്കിൽ അവർ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പോയാൽ അവർ ഒഴിക്കേണ്ടി വരും. അവർക്ക് ത്യാഗം സഹിക്കേണ്ടി വരും ജനങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കാൻ. ജനങ്ങളെ നന്നായിട്ട് പഠിച്ചാൽ മാത്രമല്ലേ അതനുസരിച്ച് ജീവിക്കുള്ളൂ. അപ്പൊ അതനുസരിച്ച് ജീവിക്കലാണ് ഇതിന്റെ ഹക്ക് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് മെനക്കേടാ. അതേസമയം ഇതിന്റെ മഹ്റജും, അക്ഷരത്തിന്റെ മഹ്റജും സിഫത്തും അതിന്റെ മണിക്കലും മറയ്ക്കലും ഇഖ്തിലാബും യഖ്ഫാഉം ഒക്കെ പഠിക്കലാണ് എന്ന് പറഞ്ഞാൽ വളരെ സുഖം. അവരെന്ത് ചെയ്യാം? കാലാകാലവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും ഗൈറുൽ മഗ്ദൂബി അലൈഹിം അവർ ഗൈനും ദ്വാദും പറഞ്ഞു തീരില്ല. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യുക? അൽ ഫാത്തിഹ തജ്വീദ് പഠിക്കാം, അൽ ഫാത്തിഹയുടെ തജ്വീദ് പഠിക്കാം എന്ന് പറഞ്ഞ് ആൾക്കാരെ കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ അങ്ങനെയല്ല, മറിച്ച് എന്താണ്? മനസ്സിലാക്കുക, ജീവിച്ച് കാണിച്ചു കൊടുക്കുക, മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക. ഇതാണ് ചെയ്യുന്നത്. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ജസാക്കുമുല്ലാഹു ഖൈറൻ. ആമീൻ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഉണ്ട്. ഞാൻ ഇയർഫോൺ ഇല്ലാത്തോണ്ട് സംസാരിക്കാറുണ്ട്. ഇയർഫോൺ ഇല്ലാതെ സംസാരിച്ചാൽ എപ്പോഴും പിടിക്കുക. ശരി, അൽഹംദുലില്ലാഹ്. ശരി എന്നാ, ഇൻഷാ അല്ലാഹ്. അസ്സലാം.